റിജിൽ മാക്കുറ്റി റിജിൽ മാക്കുറ്റി എനിക്കറിയാം വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ കിണറ്റിൽ നിന്ന് കയറി വരുമ്പോൾ അവൻ്റെ മോന്ത കിട്ടുന്ന കൊടുത്ത ഒരു ചേട്ടനുണ്ട്, ചുവന്ന് ചേട്ടൻ, ഗംഭീരൻ മനുഷ്യനെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കറിയാം വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവൻ ചെയ്തു കൂട്ടിയതും ഇവൻ പറഞ്ഞു കൂട്ടിയതും ഇപ്പോഴും ഒരു കുറ്റബോധമില്ലാത്തതിനും കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തെറ്റെങ്കിൽ ക്ഷമിക്കണം. ഇവർ ചില കുട്ടികൾ കാണുന്ന ചർച്ചയാവും. അതുകൊണ്ട് ഇവൻ എന്താ പോലീസ് വാഹനത്തിനകത്തിരുന്ന് മാധ്യമങ്ങളോട് കാണിച്ച ചേഷ്ട എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് റിജിൽ മാക്കുറ്റിയും പിടിക്കാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലേ? ശ്രീകാശ്മി, ഈ ഒരു വാർത്ത രാവിലെ അറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാർത്ത കേട്ടു, ഇപ്പം നമ്മുടെ മുമ്പിൽ സംസാരിച്ച ആ കുട്ടിയുടെ അമ്മയുടെ ആ ഒരു വാർത്തയും രാവിലെ കണ്ടപ്പോഴാണ് ഞാൻ ടൗണിലേക്ക് ഒരു മരണവുമായി ബന്ധപ്പെട്ട് ടൗണിലെത്തിയായിരുന്നു അത് കാണുന്നതിന് വേണ്ടി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അറിഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, പ്രത്യേകിച്ച് അയാൾ ഇനിയും രക്ഷപ്പെട്ടു പോയാൽ എത്രയോ സഹോദരിമാർ ഇതുപോലെ പിച്ചു ചീന്തപ്പെടുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ മാത്രമല്ല നാട്ടുകാരോടൊപ്പം പോലീസുകാരോടൊപ്പം തെരച്ചിൽ നടത്തിയത്. തീർച്ചയായും അവസാനം നമ്മൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് എത്തുമ്പോഴാണ് ഒരു ഓഫീസിൻ്റെ ഇടയിലുള്ള ഒരു കിണറ്റിനകത്ത് ഇയാൾ നിൽക്കുകയാണ്, ഇങ്ങനെ കയറ് പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ ഹാഷ്മി പറഞ്ഞതുപോലെ വികാരമാണ് എൻ്റെ മനസ്സിലും ഉണ്ടായത്. കൊടും ക്രിമിനൽ, കാരണം മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പൊതുപ്രവർത്തകനും ഇതൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്ക് ആ രൂപത്തിലേക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ ആരൊക്കെയോ ഈ ഒരു ക്രിമിനൽ എന്ന് പറയുന്നത് ഗോവിന്ദച്ചാമിനെ അത്രയും വെറുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെയോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അത്രയേറെ ഒരു വെറുപ്പ് ഈ ഒരു പ്രതിയോടുണ്ട്. അത്രയും ക്രൂരനായ ഒരു പ്രതി ഇങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രതിയെ പിടിച്ചതിനെ കുറിച്ചിട്ട് ഇവിടെ വലിയ വാർത്തകളും വലിയ ചർച്ചകളും നടക്കും. പക്ഷേ എങ്ങനെ ആ പ്രതി പുറത്തു വന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇയാളെ ഈ ഒറ്റക്കൈയും പിടിച്ചോണ്ട് പാതി വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ പിടിക്കപ്പെട്ട പേടി വല്ലതും ഉണ്ടോ? അതോ അപ്പോഴും ഈ ക്രൗര്യമാണോ? ഒരു പേടിയില്ല. ഇങ്ങനെ ഒരു ഇപ്പം നമുക്കറിയാലോ, ഈ ഈറ്റപ്പുലിയൊക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു ഭാവഭേദവും ഇല്ല. നേരിട്ട് ഞാൻ ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, ആ കയറത്തോടെ കയറുന്നില്ല താഴോട്ട്. അവസാനമാണ് അയാൾ സ്വയം കയറിയിട്ടാണ് വരുന്നത്, ഇങ്ങോട്ട് ഈ കയറ് പിടിച്ച് കയറുകയാണ്. അപ്പോൾ എനിക്ക് കിണറ്റിനകത്ത് ഏകദേശം 2 പടയൊഴിക ഫുൾ വെള്ളമാണ്. അത്രയും വെള്ളമുള്ള ഈ പഴയത്ത് വെള്ളമുള്ള കിണറ്റിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ അയാളുടെ കരുത്ത് ചെറിയ കരുത്തൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ കരുത്ത് ചെറുന്നില്ല. പക്ഷേ അയാൾക്ക് ഈ ഒറ്റ കയ്യും കൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ ഈ ജയിൽ മറികടന്ന് പുറത്ത് വരാൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരിക്കലും, പ്രത്യേകിച്ച് ഒരു ഏകാന്ത തടവുകാരനായ ഈ പ്രതിക്ക് അതിൻ്റെയൊക്കെ സൗകര്യങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇയാൾ താടി വെക്കുന്നത്. ഇങ്ങനെ താടിയും വെച്ച് അതൊക്കെ ഒരു രക്ഷപ്പെട്ട ആൾക്ക് തിരിച്ചറിയാത്ത രൂപത്തിലേക്കുള്ള സൗകര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രതിയെ, പ്രത്യേകിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ നിരീക്ഷിക്കണ്ടേ? ഇവർക്ക് എന്താ പണി? ഇവർ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോകാനാണോ ജയിലിൽ ഡ്യൂട്ടി എടുക്കുന്നത്? ഇത്രയും വലിയ കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അല്ല റിജിൽ മാക്കുറ്റി, ഇത് ആ രാത്രി ഉറങ്ങിപ്പോയതല്ലല്ലോ പ്രശ്നം. ഇപ്പം ആ രാത്രി ഉറങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിൽ പോയി 8 മാസമായിട്ട് അവർ ഉറക്കം, ഈ കുമ്പാറിനൊക്കെ ഉറങ്ങിയെന്ന് വിചാരിക്കണം. ഇത് ഇയാൾ ദീർഘനാളായിട്ട് ഇയാളുടെ പണിയാണ്. ദീർഘനാളായി ഇയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് ഇയാൾ തടി ഉറയ്ക്കുന്നു. നല്ല തടിച്ചു കൊഴുത്ത് മുട്ടായ പോരുന്ന ആൾ നല്ല മെലിഞ്ഞ് നല്ല ജിമ്മനെ പോലെ ആകുന്നു, വ്യായാമം നടത്തുന്നു, ഈ ജയിലിൻ്റെ ഭിത്തിയിലേക്ക് ഓടിക്കയറി പരിശീലനം നടത്തുന്നു. അയാൾ ഈ പറയുന്ന ഉപ്പ് വാരി പൊത്തി ദ്രവിപ്പിക്കുന്നു, അതിനുശേഷം അറക്കുന്നു, അറുത്ത് മുറിച്ച ഭാഗത്ത് നൂല് കെട്ടി വെക്കുന്നു കാണാതിരിക്കാൻ. അപ്പോൾ മാസങ്ങളായിട്ട് ഉറക്കമാണോ ഉദ്യോഗസ്ഥരവിടെ? അവിടെ ഉദ്യോഗസ്ഥന്മാരില്ലല്ലോ. അവിടെ ഈ ക്രിമിനലുകൾ എന്ന് പറയുന്ന തടവുകാരാണ് അവിടുത്തെ രാജാക്കന്മാർ. ഇവർ ഉദ്യോഗസ്ഥന്മാർ വൃത്യന്മാരാണ്. അവിടെ രാഷ്ട്രീയ തടവുകാരായാലും ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ജയിൽ ഭരിക്കുന്നത്. അവിടെ ഒരു സിസ്റ്റവും ഇല്ല. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് വെറും ഒന്നിനും കൊള്ളാത്തവരായി ഇവരെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നവരാണ്. ആ ജയിലിനകത്ത് നമുക്കറിയാൻ സാധിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, അവിടുത്തെ ഒരു ജയിലറകളിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ബ്ലോക്കുകൾ, ആ ബ്ലോക്കുകളെ കുറിച്ചൊന്ന് നമ്മൾ പരിശോധിച്ച്, ആ ഭാഗത്തൊന്നും ആരും പോകാറില്ല. ആ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന ബ്ലോക്കുകളിൽ പ്രത്യേകിച്ച് ആരും പോകാറില്ല. അവിടുത്തെ അന്തേവാസികൾക്ക് പോകാൻ അവിടെ പറ്റില്ല. അവിടെ പ്രത്യേകമായ പാചകപ്പുരയുണ്ട്. അവിടെ ബിരിയാണി കിട്ടും, അവിടെ അൽഫാം കിട്ടും, അവിടെ സർവ്വ സൗകര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് അവിടെയൊക്കെ അറിയുന്ന പോലീസുകാരൊക്കെ പുറത്ത് വന്ന് പറയുന്ന കാര്യമാണ്, അവിടെ സർവ്വ സ്വതന്ത്രന്മാരായി ഇവർ വിഹരിക്കുകയാണ്. ഊട്ടി, മണാലി, കുടു പോലെയുള്ള സുഖവാസ കേന്ദ്രമാണ് അവിടെ. ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാ ഈ സർക്കാർ സംവിധാനമല്ലേ, ഈ ആഭ്യന്തര വകുപ്പല്ലേ? ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. പാർട്ടി കൊലയാളികൾക്ക് എല്ലാ സൗകര്യം ചെയ്യുന്നു. ആ പാർട്ടി കൊലയാളികൾക്ക് സൗകര്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന കൊലയാളികളും ആ സൗകര്യങ്ങൾ പങ്കുപറ്റുന്നുണ്ടാവും.
ആ കൊലയാളികൾക്കും ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. കേവലം ഈ ഗോവിന്ദച്ചാമിക്ക് ഈ ഒറ്റ കൈ കൊണ്ട് ഇത്രയും മാസത്തെ പ്രയത്നം നടത്തിയിട്ട് ഇങ്ങനെ കയറണമെങ്കിൽ ഒറ്റക്ക് നടക്കുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശ്രീ ആഷ്മിക്ക് വിശ്വസിക്കാൻ സാധിക്കും, ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കില്ല. ഏതോ ഒരു ഭാഗ്യശക്തികൾ കൃത്യമായ രൂപത്തിൽ ജയിലിനകത്ത് ഇയാളെ സഹായിച്ചിട്ടുണ്ട്. ശരി ശരി ഞാൻ ശരി സി എം പ്രകാശ് ഈ പറയുന്ന രാഷ്ട്രീയ ആഷ്മി ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുക. ആഷ്മി ഈ ഒരു 17/6/2025 കൊടിസുനി എന്ന് പറയുന്ന ക്രീപ്പി കേസിലെ പ്രതിയെ തലശ്ശേരി ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു എന്നതിന്റെ പേരിൽ 2-3 പോലീസുകാർ ഇപ്പോൾ സസ്പെൻഷൻ. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അവിടുത്തെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം. അല്ല റിജിൽ മാക്കുറ്റി അവരതിനകത്തിരുന്ന് പുറത്തുള്ള സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നു. പുറത്ത് മയക്കുമരുന്ന് കച്ചവടവും മറ്റേ കച്ചവടമൊക്കെ നടത്തുന്നു. അതിനേക്കാൾ വലുതാണോ പോയ വഴിക്ക് ഒരര മേടിച്ചു കൊടുത്തത്? അതിനേക്കാൾ വലുതൊന്നുമല്ല. ഇവർ ഇതിനകത്തിരുന്ന് പുറത്തെ അവരുടെ അധോ സാമ്രാജ്യങ്ങൾ നിയന്ത്രിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതിന്റെ മാഫിയ ഡോൺമാരായ വിലസാണ് അതിനകത്തിരുന്നിട്ട്. അവിടെ MDMA അതോടൊപ്പം കഞ്ചാവോ അല്ല, ഞാൻ പറയട്ടെ, MDMA വേണോ, കഞ്ചാവ് വേണോ, മയക്കുമരുന്ന് വേണോ, എല്ലാ സൗകര്യം അവിടെയുണ്ട്. അവിടെ എല്ലാ സംവിധാനവും അവിടെയുണ്ട്. അവർക്ക് വേണ്ടി സുഖലോലുപന്മാരായി വാഴാനുള്ള എല്ലാ സൗകര്യവും ജയിലിൽ ഒരുക്കി കൊടുക്കുന്നു. പി ജയരാജനെ പോലെ ഒരാളെയാണ് ജയിൽ ഉപദേശക സമിതി അംഗമായി വെക്കുന്നത്. ഇവരുടെ